കേരള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഗോഡൌണുകളിൽ സൂക്ഷിച്ച എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്നതിനുള്ള നടപടിയും തുടങ്ങിയിട്ടുണ്ട്. കാസർഗോഡ് രാജപുരത്ത് സൂക്ഷിച്ച എൻഡോസൾഫാൻ ചെറിയ ബാരലുകളിലേക്ക് മാറ്റി. കേന്ദ്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റീജിയണൽ ഡയറക്ടർ ജയചന്ദ്ര ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. കാസർഗോഡ് നിന്ന് അരുൺ പാറക്കിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കാസർഗോഡ് ജില്ലയിലെ 3 എസ്റ്റേറ്റുകളിൽ സൂക്ഷിച്ചിരുന്ന എൻഡോസൾഫാൻ അത് നിർവീര്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. എൻഡോസൾഫാൻ വിവിധ ബാരലുകളിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാണത്തൂരിലെ രാജപുരം എസ്റ്റേറ്റിലാണ്. ഈ രാജപുരം എസ്റ്റേറ്റിൽ 400 ലിറ്റർ എൻഡോസൾഫാനാണ് ഇവിടെ സൂക്ഷിച്ചിരുന്നത്. അതിപ്പോൾ ബാരലുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി പോയിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ 3 കേന്ദ്രങ്ങളിലായി എൻഡോസൾഫാൻ സൂക്ഷിച്ചിരുന്നു. അത് പെരിയ, പാണത്തൂർ, അതുപോലെ തന്നെ ചീമേനി എന്നീ കേന്ദ്രങ്ങളിലായിരുന്നു. പെരിയയിലും പാണത്തൂരിലുമായി 1105 ലിറ്റർ എൻഡോസൾഫാൻ സൂക്ഷിച്ചിരുന്നു. അതിൽ 700 ലിറ്റർ ഇന്നലെ തന്നെ പെരിയയിൽ ബാരലുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഈ ഹരിത ട്രിബ്യൂൺ, കേന്ദ്ര ഹരിത ട്രിബ്യൂണലാണ് ഇതുമായി ബന്ധപ്പെട്ട വാദം കേൾക്കുന്നതിനിടെ ഈ എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ ചുമതലപ്പെടുത്തിയത്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റീജിയണൽ ഡയറക്ടർ ജെ ചന്ദ്രബാബുവിൻ്റെ നേതൃത്വത്തിലാണ് ഈ പാണത്തൂരിലെ എൻഡോസൾഫാൻ മറ്റ് ബാരലുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതിപ്പോൾ ഇവിടെ ഓഫീസ് സീൽ വെച്ച് അടച്ചിട്ടുണ്ട്. ഇനി ഒരു ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞാൽ, ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ നിന്ന് ഈ ബാരലുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ മാറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ നിലവിൽ 4 ഇടങ്ങളിലാണ് ഈ എൻഡോസൾഫാൻ സൂക്ഷിച്ചിരുന്നത്. അതിലൊന്ന് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് തത്തേങ്ങലത്താണ്. മറ്റൊന്ന് കാസർഗോഡ് ജില്ലയിൽ 3 കേന്ദ്രങ്ങളിലായിരുന്നു. പെരിയ, ചീമേനി, പാണത്തൂർ എന്നീ കേന്ദ്രങ്ങളിലായിരുന്നു. ഇതിൽ ചീമേനിയിലെയും പെരിയയിലെയും കഴിഞ്ഞ ദിവസം തന്നെ ബാരലുകളിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ പാണത്തൂരിലെയും അവസാന നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ നിന്ന് പിരിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ എൻഡോസൾഫാൻ കുഴിച്ചിട്ട് അത് നിർവീര്യമാക്കാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ജനങ്ങളുടെ ശക്തമായ എതിർപ്പുണ്ടായി. കാലങ്ങളായുള്ള 25 വർഷമായുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു എൻഡോസൾഫാൻ ഇവിടെ നിന്ന് മാറ്റണമെന്നത്. ഇപ്പോഴിതാ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു നിർദ്ദേശം ലഭിച്ചാൽ, ഒരു ഉത്തരവ് ലഭിച്ചാൽ എൻഡോസൾഫാൻ ഇവിടെ നിന്ന് നീക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്.